നമസ്കാരം. വളരെ പ്രതീക്ഷകളോടെ തന്നെ പുതിയൊരു മാസം ആരംഭിച്ചിരിക്കുകയാണ്. മേടമാസം ആരംഭിച്ചിരിക്കുകയാണ്. ഏവർക്കും വളരെ പ്രതീക്ഷകൾ തന്നെയാണ് മേടമാസവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുക. എന്നാൽ മേടമാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ലഭിക്കുന്നതായ ചില സൂചനകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ശുഭകരമായ മാറ്റങ്ങളുടെ സൂചന തന്നെയാണ്. അത്തരത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ, ഭഗവത് പ്രീതിയാൽ ചില ജീവികൾ വന്ന് ചേരാവുന്ന അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ ചില ജീവികൾ വീടുകളിൽ വരുന്നു എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മേടമാസം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുന്ന ചില സൂചനകൾ തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. അതിനാൽ ഈ ജീവികൾ വീടുകളിൽ വരുന്നു എങ്കിൽ അത് വെറുതെയല്ല, ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. ഏവരും ഓം നമോ നാരായണായ എന്ന് കമന്റായി രേഖപ്പെടുത്തി ഭഗവാനെ ഏവരും വന്ദിക്കണം. അതിൽ ആദ്യത്തേതായ പക്ഷി പൊന്മാനാണ്. പൊന്മാനെ നിങ്ങളുടെ വീടുകളിൽ അഥവാ പറമ്പുകളിൽ കാണുകയാണ് എങ്കിൽ അർത്ഥമാക്കേണ്ടതായ കാര്യം, നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായ അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതായ പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഒരു ശുഭവാർത്ത നിങ്ങളെ തേടി എത്തുന്നു. അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. ശുഭവാർത്ത തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. അതിനാൽ തന്നെ പൊന്മാൻ വരികയാണ് എങ്കിൽ ഉറപ്പിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാസം ശുഭവാർത്തകൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും കേൾക്കുവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന്. അണ്ണാനെ ഒന്നിൽ കൂടുതൽ തവണ നിങ്ങൾ കാണുകയാണ് എങ്കിൽ, പല അവസരങ്ങളിലായി കാണുകയാണ് എങ്കിൽ അതിലൂടെ നാം അർത്ഥമാക്കേണ്ട കാര്യം, നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യദായകമായ ചില കാര്യങ്ങൾ, അവസരങ്ങൾ ഭഗവാനായി തന്നെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അനിവാര്യമായ ഒന്നാകാം. ആ അനിവാര്യമായ കാര്യം ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയാണ്. അതിനാൽ തീർച്ചയായും നിങ്ങൾ വന്നു ചേരുന്ന അവസരങ്ങൾ കൃത്യമായി തന്നെ വിലയിരുത്തി മുന്നോട്ട് പോകണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കൃത്യമായിരിക്കുവാൻ ശ്രദ്ധിക്കണം. അതിനാൽ ഭഗവാനെ ആരാധിച്ച് തന്നെ ഈ സമയം നിങ്ങൾ മുന്നോട്ട് പോവുക. ഏവരും വീടുകളിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന നിരവധിയാർന്ന പക്ഷികളിൽ ഒന്നാണ് ഉപ്പൻ. എന്നാൽ പലരും ആഗ്രഹിക്കുന്നത് പോലെ വീടുകളിൽ ഉപ്പൻ വരണം എന്നില്ല. എന്നാൽ നിങ്ങളുടെ വീടുകളിൽ മേടമാസം ഉപ്പൻ വരികയാണ് എങ്കിൽ ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച നേടുവാനുള്ള അവസരങ്ങൾ ഭഗവത് കൃപയാൽ കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. നിരവധിയാർന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാം. സന്തോഷദായകമായ കാര്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ആരും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ, അത്തരത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്ന വ്യക്തമായ സൂചന തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. ചെറു കിളികളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായും അതിരാവിലെ അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് കൂടുതലായും ചെറു കിളികൾ വീടുകളിൽ വരുന്നു എങ്കിൽ അവിടെ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്നു എന്ന വ്യക്തമായ സൂചന തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. ഭഗവാന്റെ കൃപാകടാക്ഷം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നും ധന നേട്ടങ്ങളോ അല്ലെങ്കിൽ ധനപരമായ മാറ്റങ്ങളോ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നു എന്ന സൂചന തന്നെ ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും.
ഏറ്റവും ശുഭകരമായ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് സംഭവിക്കാവുന്നതാണ്. പൂച്ചകൾ നിങ്ങളുടെ വീടുകളിൽ വരികയാണ് എങ്കിൽ പതിവിലും വിപരീതമായി നിങ്ങൾക്ക് പരിചിതമല്ലാത്ത ഒരു പൂച്ച ഈ മാസം നിങ്ങളുടെ വീടുകളിലേക്ക് കടന്നു വരികയാണ് എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹമായി തന്നെ പരാമർശിക്കാം. ഇതിലൂടെ ഭഗവാൻ അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് സന്തോഷകരമായ നിമിഷങ്ങൾ മാത്രമല്ല, സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിന് സന്തോഷം നൽകാവുന്ന പല കാര്യങ്ങളും സംഭവിക്കാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കാം. അത്തരം ചില കാര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ സന്താനങ്ങൾക്ക് ഉയർച്ചയോ തൊഴിൽ ലഭിക്കുകയോ അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകുന്നതോ, സന്താനഭാഗ്യം, അത്തരത്തിൽ പല കാര്യങ്ങളും ഒരു കുടുംബത്തിൽ സന്തോഷം നൽകാവുന്ന സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ആ കുടുംബത്തിൽ സംഭവിക്കാം എന്ന സൂചനയുമാകാം. അതിനാൽ പൂച്ചയെ കാണുന്നതും ശുഭകരമായി തന്നെ പരാമർശിക്കാം. നായ, അപ്രതീക്ഷിതമായി ഒരു നായ, നിങ്ങൾക്ക് പരിചിതമല്ലാത്തതായ ഒരു നായ നിങ്ങളുടെ പറമ്പിലേക്ക്, നിങ്ങളുടെ വീടുകളിലേക്ക് വരികയാണ് എങ്കിൽ അതിലൂടെ അർത്ഥമാക്കേണ്ടത് ആ വീടുകളിൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ദോഷകരമായ സാഹചര്യങ്ങളുണ്ട് എങ്കിൽ അത് ഒഴിഞ്ഞു പോകുന്നു എന്നും, ശത്രുനാശം ആ വീടുകളിൽ, അതായത് ആ വീട്ടിലെ അംഗങ്ങൾക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ശത്രുക്കളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുവാനോ ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷകരമായ കാര്യങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനോ ആ വ്യക്തികൾക്ക് സാധിക്കും എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ ഇതൊരു ശുഭ സൂചകമായി തന്നെ എടുക്കുവാൻ സാധിക്കും. അതിനാൽ നായയെ കാണുകയാണ് എങ്കിൽ ശത്രുനാശം തന്നെയാണ് ഫലമായി വന്നു ചേരുക എന്നർത്ഥമാക്കാം. ആമ, ആമയെ നിങ്ങളുടെ വീടുകളിൽ ഈ മാസം കാണുകയാണ് എങ്കിൽ വാഹനയോഗം അല്ലെങ്കിൽ വാഹനങ്ങൾ വാങ്ങുവാനുള്ള യോഗം നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നു എന്ന് അർത്ഥമാക്കാം. വാഹനങ്ങൾ വാങ്ങുവാനുള്ള തടസ്സങ്ങളുണ്ട് എങ്കിൽ ആ തടസ്സങ്ങൾ തരണം ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. വാഹനം മാറ്റി വാങ്ങുക, അത്തരം കാര്യങ്ങൾ സംഭവിക്കാം. സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. ധന നേട്ടങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ അനുകൂലമായി തീർന്നു എന്ന് വരാം. അതിനാൽ അതൊരു ശുഭ ലക്ഷണമായി തന്നെ പരാമർശിക്കാം. ഉടുമ്പിനെ കാണുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ കാലമായി ബാധിച്ചിട്ടുള്ളതായ ശത്രുദോഷങ്ങൾ, ശത്രുക്കളുമായി ബന്ധപ്പെട്ട വിഷമകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കുന്നു എന്നർത്ഥമാക്കാം. ശത്രു നാശം തന്നെയാണ് അവിടെ ഫലമായി വന്നു ചേരുക. ശത്രുക്കൾക്ക് മേൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും. അതല്ല, നിങ്ങൾക്ക് മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ നേടുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും ശോഭിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. നിങ്ങളുടെ കഴിവുകൾ കൃത്യമായി തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം വന്നു ചേരാം. അത്തരത്തിൽ വിജയങ്ങൾ, ശത്രുനാശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ സാഹചര്യമായിരിക്കും വന്നു ചേരുക. ശുഭലക്ഷണമാണ്. 3 പല്ലിയെ നിങ്ങളുടെ വീടുകളിൽ കാണുകയാണ് എങ്കിൽ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിലോ മന്ത്രങ്ങൾ ജപിക്കുന്നതായ അവസരത്തിലോ ആണ് എങ്കിൽ കൂടുതൽ ഗുണകരം. ഇപ്രകാരം കാണുകയാണ് എങ്കിൽ അത് സൗഭാഗ്യദായകം തന്നെയാണ്. ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമാണ് എന്ന് തന്നെ അർത്ഥമാക്കാം. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ആ ഗൃഹങ്ങളിലുണ്ട്, ആ ഗൃഹങ്ങളിലെ അംഗങ്ങൾക്കുണ്ട് എന്നും അത് നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായി വന്ന് ചേരാൻ പോകുന്നു എന്നും അർത്ഥമാക്കാം. ശുഭ ലക്ഷണമാണ്. കറുത്ത ഉറുമ്പിനെ കാണുകയാണ് എങ്കിൽ നിങ്ങളുടെ വീടുകളിലേക്ക് ധനം വന്ന് ചേരാൻ പോകുന്നു എന്നർത്ഥമാക്കാം. പല വഴികളിലൂടെയും ധന നേട്ടങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ അനുകൂലമാകുന്നു എന്നും ധനപരമായ ഉയർച്ച നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു എന്നും
ഇതിലൂടെ അർത്ഥമാക്കാം ശുഭ ലക്ഷണം തന്നെയാണ്. പരുന്തിനെ നിങ്ങൾ കാണുകയാണ് എങ്കിൽ അത് ഭഗവാന്റെ കൃപാ കടാക്ഷത്തെ മാത്രമല്ല, ഭഗവാൻ അതിലൂടെ ഉദ്ദേശിക്കുന്നത് സൗഭാഗ്യദായകമായ കാര്യങ്ങൾ, ധനപരമായ നേട്ടങ്ങളാകാം, മറ്റ് അനുകൂലമായ കാര്യങ്ങളാകാം. ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നു എന്ന സൂചന തന്നെയാണ്. അതിനാൽ പരുന്തിനെ നിങ്ങൾ കാണുകയാണ് എങ്കിൽ തീർച്ചയായും അത് ധന നേട്ടങ്ങൾക്കും മറ്റ് അനുകൂല കാര്യങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ സമയമായിരിക്കുന്നു എന്ന് തന്നെയാണ്. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് പോലും നിങ്ങൾക്ക് അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരാം. മനോബലം വർദ്ധിക്കുന്നു എന്നും ആത്മവിശ്വാസം വർദ്ധിക്കുന്നു എന്നും അർത്ഥമാക്കാം. ശുഭ ലക്ഷണം തന്നെയാണ്. അതോടൊപ്പം നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണം. നിങ്ങളുടെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭാഗ്യസൂക്തം വഴിപാടായി നടത്തുക. അതോടൊപ്പം ഒരു നെയ്വിളക്ക് കൂടി ഭഗവാനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. അഥവാ ഐശ്വര്യവർദ്ധനവിന് അത് ഉത്തമം തന്നെയാകുന്നു.